നമ്മൾ ഈ ആരോഗ്യത്തിൽ നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഈ ജനിതക രോഗികൾ അത്രയും മാത്രം കൂടി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് പലപ്പോഴും ഹൈഡ് ചെയ്യണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ പരമാവധി ഇങ്ങനെ സംഘടനാ തലത്തിലും മറ്റും പ്രഷർ ചെയ്തിട്ടാണ് കെയർ എന്ന പേരിൽ ഇപ്പോൾ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ഗവൺമെന്റ്. ആ പദ്ധതിയിൽ അപൂർവ രോഗബാധിതരുടെ ഇങ്ങനെ കണക്കെടുപ്പ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ SMA ബാധിതർക്ക് സൗജന്യമായിട്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് കേരള ഗവൺമെന്റ് മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ ഏക സംസ്ഥാനം നിലവിൽ കേരളമാണ്. അത് 18 വരെ ആക്കാൻ പോകുന്നു പറയുന്നു. അങ്ങനെയൊക്കെ ആകിയാലും നല്ല കാര്യം. പിന്നെ ഇപ്പോൾ ഞാനിപ്പോഴും പറയുന്ന കാര്യം, നമുക്ക് മരുന്നുകൾ വിദേശ രാജ്യങ്ങളിലെ മരുന്നുകളെ നോക്കിയിരിക്കാതെ നമുക്ക് എന്തുകൊണ്ട് സ്വന്തമായ ഒരു ഗവേഷണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ഇത് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അതിനൊക്കെ വേണ്ട സപ്പോർട്ട് നമ്മുടെ പറഞ്ഞ പോലെ ഗവേഷണത്തിന് വേണ്ടി ചെലവാക്കുന്ന ഫണ്ട് മരുന്ന് വിറ്റ് കിട്ടത്തില്ലല്ലോ, കാരണം കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഇതിന്റെ റേറ്റ് എത്രമാത്രം കുറയുമെന്ന് ചേട്ടന് അറിയാമോ? അതാ പറഞ്ഞത്, ഗവേഷണത്തിന് വേണ്ടി ചെലവാക്കുന്ന പൈസ മരുന്ന് വിറ്റ് കിട്ടണമെങ്കിൽ രോഗികൾ കൂടുതലുണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് ഈ കോസ്റ്റ് കൂടുന്നത്. മേ ബി അതായിരിക്കും, അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ലളിതമായിട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ SMAക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് 6 ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു ഡോസിൻ്റെ വില, ആ ഒരു മാസത്തേക്കുള്ളത്. ആ സെയിം മരുന്ന് ഇന്ത്യൻ കമ്പനി നിലവിൽ അതിൻ്റെ പേറ്റന്റ് കേസ്, ഒരു കുട്ടി കേസ് കൊടുത്തിട്ട് അതിൻ്റെ പേറ്റന്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഇന്ത്യയിൽ ഒരു മരുന്ന് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ 6 ലക്ഷം രൂപയുടെ സെയിം മരുന്ന് 15,000 രൂപക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചെയ്യാൻ പറ്റും. ഡിഫറൻസ് ഒന്ന് ആലോചിച്ചു.